ആവനി, തന്നെ അന്വേഷിച്ച് വീട്ടിലേക്ക് പോയപ്പോ താൻ എങ്ങോട്ടാ പോയതെന്ന് അറിയില്ലെന്ന് സുജാത ചേച്ചി പറഞ്ഞു. ഫോൺ ചെയ്തപ്പോഴോ തന്റെ ഫോണാണെങ്കിൽ വീട്ടിലുണ്ട്. ഒരുപാട് സ്ഥലത്ത് തന്നെ അന്വേഷിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നപ്പോ ഭാഗ്യം കൊണ്ടാ തന്നെ ഇപ്പോഴെങ്കിലും കണ്ടത്. എന്നിട്ടും ഭർത്താവിന്റെ വിവാഹ നിശ്ചയം നടന്നിട്ടുണ്ടെന്നുള്ള കാര്യം അറിഞ്ഞ് ചാകാൻ വേണ്ടി ഒരു സ്ഥലം അന്വേഷിച്ച് നടക്കുകയാണെന്ന് കരുതിയിട്ടാണോ എന്നെ അന്വേഷിച്ച് നാട് നീളം നടന്നത്? നിങ്ങൾ എന്നെ കണ്ടെത്തുന്നതിന് മുമ്പ് ഞാനൊരു ശവമായി മാറുമെന്ന് കരുതിയോ? താൻ എന്തൊക്കെയാ പറയുന്നേ? ആത്മഹത്യ ചെയ്യാൻ മാത്രം ഒരു ഭീരുവല്ല ഞാൻ എന്ന് കരുതി സ്വന്തം ഭർത്താവിന്റെ വിവാഹ നിശ്ചയം നടന്നതറിഞ്ഞിട്ട് മനസ്സിനെ പറഞ്ഞ് സമാധാനിപ്പിക്കാനുള്ള ശക്തി എനിക്കില്ല. എന്റെ അനുവാദം ഇല്ലാതെ, എന്നോട് സമ്മതം ചോദിക്കാതെ എല്ലാരും എന്നെ ഫോഴ്സ് ചെയ്ത് ചെയ്യിപ്പിച്ചത് ആവനി. അത് ഭാര്യ ജീവിച്ചിരിക്കുമ്പോ മറ്റൊരു പെണ്ണിന്റെ കയ്യിൽ നിശ്ചയത്തിന്റെ മോതിരം അണിയിച്ചിട്ട് ഇങ്ങനെ നിന്ന് ന്യായീകരിക്കുന്നോ? ഒട്ടും നാണമില്ല നിങ്ങൾക്ക്. ന്യായീകരിക്കുന്നതല്ല ആവനി, നടന്നതൊക്കെ തെറ്റാണെന്ന് എനിക്ക് അറിയുന്ന കാര്യമാ. ഞാൻ തന്നോട് ക്ഷമ ചോദിക്കാനാണ് ഇങ്ങോട്ടേക്ക് വന്നത്. നിങ്ങളോട് ക്ഷമിച്ച പെൺവർഗം എന്നോട് ക്ഷമിക്കില്ല. അമ്മ തന്നോട് ഇത് പറയുന്നതിന് മുൻപ് തന്നെ ഞാനിതൊക്കെ പറയണമെന്ന് കരുതിയതാ. അപ്പോഴേക്കും ധൃതി കാണിച്ച അമ്മ എല്ലാം നിന്നോട് പറഞ്ഞില്ലേ? അവര് ധൃതി കാണിച്ചതല്ല, അവരെന്റെ കണ്ണ് തുറപ്പിച്ചതാ. നിങ്ങൾ മോഹ വാഗ്ദാനങ്ങൾ നൽകി ഇത്രയും കാലവും നിങ്ങൾ എന്നെ വഞ്ചിച്ചുകൊണ്ടിരുന്നപ്പോ അവരെനിക്ക് സത്യം തുറന്നു തന്നു. എന്റെ ആഗ്രഹങ്ങൾക്കും സത്യങ്ങൾക്കും ഇടയിലുള്ള വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കി തന്നു. നിങ്ങളുടെ യഥാർത്ഥ രൂപം പുറത്ത് കാണിച്ചു തന്ന് എന്റെ ഭ്രമങ്ങളെ ഇല്ലാതാക്കി. നിങ്ങളാണെങ്കിലോ യഥാർത്ഥത്തിൽ അവര് പറഞ്ഞതുപോലെ സത്യം പറയുന്ന ഒരാളല്ല. വീണ്ടും വീണ്ടും കളവുകൾ പറഞ്ഞ് എന്നെ വിഷമങ്ങളുടെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്താണ്. താൻ ഇത്ര ക്രൂരമായിട്ട് എന്നോട് സംസാരിക്കല്ലേ? ക്രൂരതയോ? ഇത് ക്രൂരതയാ? ക്രൂരതയുടെ സത്യങ്ങള് നിങ്ങളുടെ അന്തരാത്മാവിന് അറിയാം, ആ ഭഗവാനും അറിയാം. പറയുന്നത് ക്രൂരതയാവാൻ നിങ്ങൾ എന്നോട് ന്യായം കാണിച്ചിട്ടില്ല. താലി കെട്ടിക്കൊണ്ട് വന്ന ഭാര്യ ചതിച്ചതാ നിങ്ങള്. നടന്നതൊക്കെ അമ്മ പറയുന്നതിന് മുൻപ് ഞാനെല്ലാം പറഞ്ഞിരുന്നെങ്കിൽ തനിക്കിങ്ങനെ എന്നോട് പറയാൻ കഴിയുമായിരുന്നോ? കഴിയും. ഇത് കൂടുതൽ പറയാൻ കഴിയും. നിങ്ങൾക്ക് നീതിയില്ലേ, സത്യസന്ധതയില്ലേ, ന്യായമില്ലേ, ധർമ്മമില്ലേ, കണ്ണി ചോരയില്ലേ എന്ന് ചോദിച്ച് വായിൽ വരുന്നതെല്ലാം ഞാൻ പറഞ്ഞേനെ. എന്താണെന്ന് വെച്ചാ എനിക്ക് അത്രയ്ക്ക് വേദനിച്ചിട്ടുണ്ട്. ചിറകുണ്ടായിട്ട് പറക്കാൻ കഴിയാത്ത, കാലുണ്ടായിട്ട് നടക്കാൻ കഴിയാത്ത, കണ്ണുണ്ടായിട്ട് കാണാൻ കഴിയാത്ത, തൊണ്ടയിൽ നിന്നൊരക്ഷരം വരാത്ത അത്രയും വലിയ മുറിവുണ്ടെങ്കിൽ അതിന്റെ വിഷമം എത്ര ദുരിതപൂർണമാണോ അതുപോലെ മുറിവേറ്റിട്ടുണ്ട് എനിക്ക്. നിങ്ങളുടെ അച്ഛനമ്മമാരെക്കാൾ മുമ്പ് പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ മഹാത്മാവാകുമായിരുന്നോ? ഇത് ഞാൻ നിങ്ങളോട് ക്ഷമിക്കുന്നാണോ കരുതിയേ? നിങ്ങളിത് പറയേണ്ടിയിരുന്നത് എപ്പോഴാ? ഭരണി നക്ഷത്രത്തിൽ പിറന്നൊരു പെൺകുട്ടിയെ ഞങ്ങളുടെ വീട്ടിലെ മരുമകളായി വരുമെന്ന് എന്നെ പ്രേമിച്ചപ്പോ പറയണമായിരുന്നു. മേടരാശിയിൽ പിറന്ന പെൺകുട്ടിക്ക് മുക്കുപുടവ ധരിക്കാനുള്ള അർഹതയുണ്ടാകുമെന്ന് എന്റെ കഴുത്തിൽ താലി കെട്ടുമ്പോ പറയണമായിരുന്നു. കാർത്തിക മാസത്തിലെ വെള്ളിയാഴ്ച ദിവസം ജനിച്ച പെൺകുട്ടി മാത്രമേ ഞങ്ങളുടെ വംശാചാരങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകൂ എന്ന് എന്നെ ഗസ്റ്റ് ഹൗസിൽ നിന്നും വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോ പറയണമായിരുന്നു. എന്നെ അവര് കള്ളി എന്ന് വിളിച്ചപ്പോഴെങ്കിലും പറയണമായിരുന്നു. അവിടുത്തെ അമ്മയെ സംരക്ഷിക്കാൻ ശ്രമിച്ച് ഞാൻ പ്രാണന് വേണ്ടി പോരടിച്ചപ്പോ പറയാമായിരുന്നു. ഗ്രാമോത്സവത്തിൽ വെച്ച് എന്നെ അപമാനിച്ചപ്പോ പറയണമായിരുന്നു. സത്യം തുറന്നു പറയാനുള്ള അവസരങ്ങള് 100 അല്ല 1000 ഉണ്ടായി.
അപ്പൊ പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിന് മുമ്പിൽ കൈകൂപ്പി ഞാൻ ഇറങ്ങി പോകുമായിരുന്നു. മരുഭൂമിയിൽ പെടുത്തിയില്ലേ, നടുക്കടൽ എന്നെ ഉപേക്ഷിച്ചില്ലേ? എന്റെ ജാതകത്തിലെ വലിയ വീട്ടിലെ മരുമകളാകുമെന്ന് ഉണ്ടെങ്കിലും ആ ജാതകത്തില് ആ വലിയ വീട്ടിലും മതി വരില്ലെന്ന് ആ ജോത്സൻ എന്നോട് അന്നേ പറഞ്ഞിരുന്നെങ്കിൽ എന്റെ അവസ്ഥ ഇപ്പൊ ഇവിടെ എത്തി ഇങ്ങനെ നിൽക്കില്ലായിരുന്നു. ആണുങ്ങൾ എപ്പോഴും സ്വാർത്ഥ ജന്മങ്ങളാണല്ലോ. അങ്ങനെയൊന്നും അല്ല അവനി. വേണ്ട, ഇനി ഒന്നും പറയണ്ട. നിങ്ങളുടെ വാക്കുകളിൽ മധുരമുണ്ടാവും. ആട് കശാപ്പുകാരനെ വിശ്വസിക്കുന്നത് പോലെ, പക്ഷി വേട്ടക്കാരനെ വിശ്വസിക്കുന്നത് പോലെ വീണ്ടും വീണ്ടും നിങ്ങളെ വിശ്വസിച്ചു കഴിഞ്ഞു എന്റെ കുഴി ഞാൻ കുഴിക്കുന്നതിന് തുല്യോ. ഞാൻ കുഴിക്കുന്നത് പോലെ. താൻ എന്നെ എത്ര വഴക്ക് പറഞ്ഞാലും താനെന്ന് വെച്ചാ എനിക്ക് ജീവൻ തന്നെയാവനെ. ഇത് കേൾക്കുന്നത് ഇപ്പൊ എനിക്ക് വളരെ ബുദ്ധിമുട്ടായിട്ടാ. ഇനി ഒരിക്കലും എന്നോട് ഇങ്ങനെ പറയരുത്. അവനെ, നീ എന്റെ പ്രാണൻ തന്നെയാവനെ. പ്രാണൻ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുക. അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി, അതല്ലാതെ വേറെ വഴിയില്ലായിരുന്നു. ഈ ലോകത്ത് നിങ്ങളുടെ ഒരു അമ്മ, അമ്മയ്ക്ക് മാത്രമാണ് പ്രാണനുള്ളത്. എന്റെ പ്രാണനെ കുറിച്ച് ആലോചിക്കില്ലേ നിങ്ങള്? എന്റെ പ്രാണന് ഇപ്പൊ ഒരു വിലയില്ലേ? ഞാനെന്താ മനുഷ്യനല്ലേ? എന്നോട് ഇത്ര വലിയ വിശ്വാസവഞ്ചന കാണിക്കുമെന്ന് നേരത്തെ മനസ്സിലായിരുന്നെങ്കിൽ എന്നെ ഭാര്യയായിട്ട് എന്താ വീട്ടുകാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാത്തേന്ന് നിങ്ങളുടെ കോളറി പിടിച്ച് ഞാൻ ചോദിച്ചേനെ. എപ്പോഴെങ്കിലും വീട്ടിൽ പോയി നടന്നത് എന്താന്ന് പറഞ്ഞില്ലെങ്കിൽ ഞാൻ വിളിച്ച മുരളിച്ചേട്ടൻ വരും, ചെന്നൈയിലെ പോലീസ് വരും. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യില്ല. എന്താന്ന് വെച്ചാ ഞാൻ കാരണം നിങ്ങളുടെ കുടുംബത്തിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാൻ പാടില്ല. അവിടെ കുറെ ഗ്രാമങ്ങളെ കഷ്ടപ്പെടാൻ പാടില്ല. നിങ്ങളുടെ അമ്മയുടെ ആശയങ്ങളെ ബഹുമാനിക്കുന്നത് കൊണ്ട് ത്യാഗം ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ഇന്നീ ദിവസം തൊട്ട് നിങ്ങൾക്കും എനിക്കും ഇടയിലുള്ള ബന്ധമില്ലാതാവണം. അങ്ങനെ ഇല്ലാതാവണമെങ്കിൽ നിങ്ങൾ കെട്ടിയ താലി നിങ്ങൾ തന്നെ അഴിക്കണം. നിങ്ങളുടെ സമ്പ്രദായങ്ങളോടും ആചാരങ്ങളോടും എനിക്ക് ബഹുമാനമുണ്ട്. അതിന് ഞാനൊരു തടസ്സമാവില്ല. ഈ താലി നിങ്ങൾ അഴിച്ചെടുത്തോളൂ. കഴിയില്ല. എന്തോന്ന് വെച്ചാ എപ്പോഴും നീ തന്നെ എന്റെ ഭാര്യ. അഴിച്ചേ പറ്റൂ, അഴിച്ചേ പറ്റൂ, അഴിച്ചേ പറ്റൂ. നമ്മുടെ ബന്ധം തകരുന്നത് എനിക്കിഷ്ടമല്ല. എനിക്കിത് അഴിക്കാൻ പറ്റില്ല. എന്നാ നിങ്ങളുടെ വീട്ടിലേക്ക് എന്നെ മരുമകളെ കൊണ്ടുചെല്ല്. അവനെ, ആ ദിവസത്തിന് വേണ്ടിയല്ലേ നമ്മൾ കാത്തിരിക്കുന്നേ. ആ സമയം എപ്പോ വരുമെന്ന? ഞാൻ മരിച്ചിട്ടോ? ഞാൻ പറയുന്നത് കേക്ക്. ഇനി കേൾക്കലില്ല. ഈ താലി നിങ്ങൾ അഴിക്കുന്നുണ്ടോ ഇല്ലയോ? ഞാൻ അഴിക്കില്ല. താലിയെ നിർമൂല്യം ചെയ്തവർക്ക്, താലിയോട് വഞ്ചന കാണിച്ചവർക്ക് ഇതഴിക്കുന്നതും വലിയ പ്രശ്നമല്ല. അഴിക്ക്, അഴിക്ക്. പറഞ്ഞത് ചെയ്യാൻ. ഇല്ല, എനിക്കിത് കഴിയില്ല അവനി. ഞാനിത് ചെയ്യില്ല. എനിക്കിതിനൊരിക്കലും കഴിയില്ല. ഇല്ല, ഒരിക്കലും കഴിയില്ല. എന്നെക്കൊണ്ട് പറ്റില്ല.
താലി എന്റെ കഴുത്തിലുണ്ടെങ്കിൽ മാത്രമേ ഞാൻ നിങ്ങളുടെ ഭാര്യയാവുകയുള്ളൂ. എന്നെ നിങ്ങൾ പൂർണ്ണമായി മറക്കാനാണെങ്കിലും നമുക്കിടയിലുള്ള ബന്ധം ഇല്ലാതാവാനാണെങ്കിലും എനിക്കൊരു തീരുമാനം എടുക്കാതെ വഴിയില്ല. എത്ര വലിയ പോഴനാണെങ്കിലും ഒരു ദിവസം അല്ലെങ്കിൽ മറ്റൊരു ദിവസം ഭാഗ്യം വാതിലിൽ മുട്ടുമല്ലോ. എന്ന നമ്മുടെ അവസ്ഥ എന്താ സിസ്റ്ററെ? വാതില് തുറന്ന് മലത്തിയിട്ടാലും ഭാഗ്യമകത്തേക്ക് വരുന്നില്ല. വേദവതിയമ്മേ, ആ വാ വാ. നിങ്ങളുടെ കുടുംബത്തിലേക്ക് വരുന്ന തന്നെ വലിയൊരു ഭാഗ്യ. വാ വാ. ഒരുപാട് നാളായല്ലോ ഈ ദർശന ഭാഗ്യം കിട്ടിയിട്ട്. നമസ്കാരം. നമസ്കാരം. നമസ്കാരം അമ്മേ. നമസ്കാരം. ആ, സുഖമായിട്ടിരിക്കുന്നു. ഇരുന്നോളൂ. കുഴപ്പമില്ല അമ്മേ. എന്തെങ്കിലും വിശേഷിച്ച്? നിങ്ങളുടെ ജാതകത്തിൽ പിറന്ന പെൺകുട്ടിയെ കിട്ടിയെന്ന് തിരുമേനിയോട് പറഞ്ഞല്ലേ? ആ വാർത്ത കേട്ടപ്പോ നാട്ടിലെല്ലാരും ആഘോഷിക്കാൻ തുടങ്ങി. ഒരുപാട് കാലമായി നിങ്ങൾ ഞങ്ങളുടെ നാടും കാണുന്ന സ്വപ്നം ഉടനെ തന്നെ സത്യമാവുന്നതില് ജനങ്ങളൊക്കെ ആനന്ദത്തിൽ ആറാടുകയാണമ്മേ. ആ ആനന്ദം എത്രയും പെട്ടെന്ന് അതിന്റെ ഇരട്ടിയായി തന്നെ മാറട്ടെ. ഓൾറെഡി അവരുടെ നിശ്ചയം കഴിഞ്ഞിട്ടുണ്ട്. ഉടനെ തന്നെ ആഘോഷമായി കല്യാണം നടക്കും. മരുമകളെയും കൂട്ടി ഞങ്ങളുടെ ഉത്സവത്തിന് വരൂ അമ്മേ. തീർച്ചയായും വരും. ഇത്രയും കാലം നിങ്ങൾ ഈ വേദവതിക്ക് എത്ര ബഹുമാനം തന്നു, ഇനി അങ്ങോട്ട് എന്റെ ചെറിയ മരുമകൾക്കും അതേ ആദരവ് കൊടുക്കണം. അത് പ്രത്യേകം പറയേണ്ട കാര്യമുണ്ടോ? ഒരു കുറവും വരുത്തില്ല. ഒരുപാട് സന്തോഷം. എന്നാ ഞാൻ ഇറങ്ങിയേക്കുവാ. ആ ശരി. എന്നെ പോലെ നിരാലംബരായ പെൺകുട്ടികളുടെ ജീവിതം കയ്യിലെടുത്ത് കളിച്ചോണ്ടിരിക്കുന്നത് നിനക്കൊരു തമാശയാണല്ലേ? മനുഷ്യരെ വഞ്ചന കാണിച്ചാലും ദൈവം ധർമ്മം കാണിക്കുമെന്ന് എന്നെ പോലെ പട്ടുള്ളവർ വീണ്ടും വീണ്ടും വിചാരിച്ചോണ്ടിരിക്കുക. ഇതാ ഇന്നത്തോടെ നിന്റെ മേലുള്ള വിശ്വാസവും പോയി. ഇവിടെ ഈ അമ്പലത്തിൽ നീ ഉള്ളതുകൊണ്ടാ ദൈവമായത്. ഇല്ലെങ്കിൽ നീ ഇവിടെ സാധാരണമായിട്ടുള്ള ഒരു കല്ല് മാത്രം. കരുണാ കടാക്ഷമില്ലാത്ത വേറെ ഒരു കല്ല്. ആരും എന്റെ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണിക്കാത്തപ്പോ എന്നോട് ഞാൻ തന്നെ ഒരു ന്യായം കാണിക്കും. എന്റെ വിധിയെ ഞാൻ തന്നെ തീരുമാനിക്കും. ഒരു പെണ്ണും അവളുടെ താലി അഴിക്കണമെന്ന് ആഗ്രഹിക്കില്ല. പക്ഷെ ഞാൻ അതിന് ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ ഈ ചെയ്യുന്നത് വിഡ്ഢിത്തരമാണെന്ന് നീ കരുതിയാലും കുഴപ്പമില്ല. ഇത് കെട്ടിയ ആള് തന്നെ മറ്റൊരാളെ കല്യാണം കഴിക്കാൻ തയ്യാറാകുമ്പോ ഞാൻ ഇതല്ലാതെ മറ്റൊരു വഴിയും കാണുന്നില്ല. ഈ ബന്ധത്തിൽ നിന്നും ഞാൻ തന്നെ എനിക്കൊരു വിമുക്തി നൽകാൻ പോവാണ്. ഓം നമ ശിവായ. എന്റെ പ്രയത്നങ്ങൾ എന്തിനാണ് തടയുന്നത്? തെറ്റായതുകൊണ്ട്. ഇവിടെ തെറ്റ് ചെയ്തത് ഞാനല്ല. മനുഷ്യനെടുക്കുന്ന തീരുമാനങ്ങൾക്കും കാലമെടുക്കുന്ന തീരുമാനങ്ങൾക്കും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് മോളെ. കാലത്തിനും ദൈവത്തിനും എന്നോട് കരുണയുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഈ അന്യായം നടക്കുമായിരുന്നു. നിന്റെ ഭർത്താവ് നിന്റെ അടുത്ത് നിന്ന് മാത്രം ഇല്ലാതാകണമെന്നാണോ, അതോ എന്നേക്കുമായി ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതാകണമെന്നാണോ? എന്താ നിങ്ങൾ പറഞ്ഞത്? നിനക്ക് ഈ കോപം വരുന്നത് സ്വാഭാവികം. പക്ഷേ നീ ഇപ്പോൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇതാണ് നടക്കാൻ പോകുന്നതെന്നത് വാസ്തവം. എന്തേ പറയുന്നത്? ഈ താലിയില് നിന്റെ ഭർത്താവിന്റെ ആയുസ്സുണ്ട്. ഓരോ കെട്ടിലും
അവന്റെ ശ്വാസം അടക്കിയിട്ടുണ്ട്. നീ ഇതഴിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ മരണം അവനെ വേട്ടയാടി തുടങ്ങും. മൃത്യു അവനെ വട്ടമിട്ട് പറക്കും. ഈ വാക്കുകൾ സത്യം. അനുസരിച്ചില്ലെങ്കിൽ കാത്തിരിക്കുന്നത് മഹാനഷ്ടമായിരിക്കും. നേരത്തെ നീ നിന്റെ ഭർത്താവിനെ ചോദ്യം ചെയ്യുന്നത് കണ്ടു. നിങ്ങളുടെ വിവാഹം അപ്രതീക്ഷിതമായി നടന്നതാവും. അവന് നിന്നെക്കുറിച്ച് പറയാൻ കഴിയാത്തതിന് ഒരുപാട് കാരണങ്ങളുമുണ്ടാകും. അതുകൊണ്ട് മാത്രം പവിത്രമായ ഈ താലിയെ കയറിന്റെ കെട്ടഴിക്കുന്ന ലാഘവത്തോടെ അഴിക്കുവാൻ പാടില്ല. നിങ്ങളുടെ വിവാഹത്തിനൊരു കാരണമുണ്ടാകും. അവിടുത്തെ അമ്മയുടെ ജാതകത്തിൽ പിറന്ന ഒരു പെൺകുട്ടി ആ വീട്ടിൽ കാലുവെക്കുന്നതിന് പുറകിലും ഒരു കാരണമുണ്ടാകും. അപ്പോ അദ്ദേഹം മറ്റൊരു പെൺകുട്ടിയുടെ കഴുത്തിന് താലി കെട്ടാൻ പോകുമ്പോ അത് ഞാൻ നോക്കി നിൽക്കണമെന്നാണോ? ഇപ്പോഴും കാര്യങ്ങൾ അവിടെ എത്തിയില്ലല്ലോ. അത്രയും കാലം ഇങ്ങനെ കള്ളത്തരം കാണിക്കണമെന്നാണോ? നിന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടുന്നതുവരെ ആ താലി അഴിച്ചു കഴിഞ്ഞാൽ അവനെ നിനക്ക് ലഭിക്കില്ല. ഇതിനു മുൻപൊരു തവണ നീ അത് അനുഭവിച്ചറിഞ്ഞതാണ്. ക്ഷമ കാണിക്കാതെ വഴിയില്ല മോനെ. ഓം നമ ശിവായ. കുറച്ച് മണിക്കൂറുകൾ എന്റെ കഴുത്തില് താലി ഇല്ലാതായപ്പോ തന്നെ അദ്ദേഹത്തിന് ഒരു വലിയ ആപത്ത് നേരിടേണ്ടി വന്നു. ശാശ്വതമായി ഇത് ഇല്ലാതാക്കിയ അദ്ദേഹം ശാശ്വതമായി ലോകത്തൊന്നും ഇല്ലാതാകും. പിന്നെ എനിക്ക് ജീവിക്കാൻ കഴിയോ? എന്താ ഭഗവാന് ഞാൻ ചെയ്യേണ്ടത്? എന്താ ഞാൻ ചെയ്യേണ്ടത്? വേദവതി അമ്മേ, എന്താ ഇങ്ങനെ പെട്ടെന്ന് വന്നത്? ഈ കല്യാണം നടക്കില്ല വേദവതി. ഇതുവരെ സംഭവിച്ചതെല്ലാം ഒരു ദുസ്വപ്നമാണെന്ന് കരുതി മറന്നേക്കാം. കല്യാണം ഞങ്ങൾ എന്തായാലും ക്യാൻസൽ ചെയ്യാണ്. എന്തോ ഉണ്ടായത്? എന്തിനാ നിങ്ങളിങ്ങനെ ദേഷ്യത്തോടെ സംസാരിക്കുന്നത്? എന്തെങ്കിലും തക്കതായ കാരണമില്ലാതെ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കില്ല. ഉണ്ടായത് എന്താണെന്ന് പറയും. അന്വേഷിച്ചാൽ കാരണങ്ങൾ ഒരുപാടുണ്ട്. നിശ്ചയം കഴിഞ്ഞിട്ട് ഒരു ദിവസമല്ലേ ആയിട്ടുള്ളൂ. അപ്പോഴേക്ക് നിങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയെങ്കില് നിങ്ങളുടെ ഈഗോ അപ്പം നന്നായിട്ട് ഹേർട്ട് ആയിട്ടുണ്ടെന്നല്ലേ? വേണ്ടാന്ന് വെക്കുന്നതിന്റെ കാരണം എന്താന്ന് പറ. ക്യാൻസൽ ആയി കഴിഞ്ഞാ അമ്മയ്ക്ക് ഞാൻ 100 തേങ്ങ അടിക്കും. ഞാനാണെങ്കിൽ 10 കുടം പാല് കൊണ്ട് അഭിഷേകം നടത്തും. നിങ്ങളൊരു ഗ്യാപ്പ് കൊടുത്ത് അവർക്ക് സംസാരിക്കാലോ. ഞങ്ങളുടെ മകൾക്ക് നിങ്ങളുടെ മകനെ ഇഷ്ടമാണെന്നുള്ള ഒരേ ഒരു കാരണം കൊണ്ടാ ഞങ്ങൾ ഇവിടേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളെ അവഹേളിച്ച ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല. എന്റെ മകൾക്ക് ഈ നാട്ടിൽ വേറെ ചെറുക്കനെ കിട്ടാഞ്ഞിട്ടല്ല, അവൾക്ക് ഇഷ്ടപ്പെട്ട ആളുമായി കല്യാണം നടത്തണമെന്നാ ഞങ്ങളുടെ ആഗ്രഹം. ശരിക്കും എന്തോ ഉണ്ടായെന്ന് പറ. ഈ കല്യാണത്തിന് ശ്രീകരന് ഇഷ്ടമല്ലെന്ന് പറഞ്ഞിട്ടും നിങ്ങളുടെ മകനെ നിങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി എല്ലാം നേർവഴിക്ക് വരുമെന്നാ കരുതിയത്. പക്ഷേ നിങ്ങളുടെ മോൻ അവന്റെ അനിഷ്ടം വീണ്ടും വീണ്ടും പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുക.
നിഹാരിക ഫ്രണ്ട്സുമായി നിൽക്കുമ്പോ ശ്രീകറിനെ കണ്ടപ്പോ പരിചയപ്പെടുത്താൻ പോയി. ആ സമയത്ത് അവൻ അവളോട് സ്നേഹത്തോടെ പെരുമാറണ്ടേ, നന്നായിട്ട് സംസാരിക്കണ്ടേ? പരിചയമില്ലാത്തവരെ പോലെ അവിടുന്ന് പോയെന്ന്.